ഹലോ ഗുഡ് ഈവനിങ് ഗായ്സ്. അപ്പം ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നാൽ ഞാൻ യൂട്യൂബിനകത്തോട്ടപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഉണ്ട് ഞാൻ കാസർഗോഡ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 25-കാരിക്കെതിരെ പോലീസ് കേസെടുത്തു. തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പ്രതിക്കെതിരെ സഹോദരങ്ങളായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ചതടക്കം 4 കേസുകൾ നിലവിലുണ്ട്. ഫൈസലാണ് ചേരുന്നത്. ഫൈസൽ, അത്ര കണ്ട് കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കുറ്റകൃത്യങ്ങളൊക്കെയാണ്. എന്താണ് വിവരങ്ങൾ? അന്തം വിട്ടുപോയി. എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്? 25-കാരി 26-കാരിയെ പീഡിപ്പിച്ചു എന്ന്. മെർലി, കാസർഗോഡ് മെർലിയാണ്. അപ്പൊ ആ കുട്ടിയെ നിങ്ങൾക്ക് അറിയുന്നു. ഇപ്പൊ ന്യൂസിനകത്തൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംമാതിരി. നിങ്ങൾക്ക് എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? പോരാത്തിന് ഈ പെണ്ണിന്റെ പേരിൽ എന്തോ പെങ്ങളെയും ആ ഒരാങ്ങളിനെയും പീഡിപ്പിച്ച കേസുണ്ട്. പിന്നെ ഏതൊരു പ്രവർത്തകനെ ആക്രമിച്ചതിനെതിരെയുള്ള ഒരു കേസുണ്ട്. ഇവളൊക്കെ എന്താ ചെയ്യേണ്ടത്? നല്ല കാന്താരി മുളകൊക്കെ അരിഞ്ഞിട്ട് തേച്ചിട്ട് ഒട്ടിച്ചു വെച്ച് കളയണം. ഇത്ര കഴപ്പെടുത്ത ആൾക്കാരൊക്കെ അകത്രയുള്ളൂ പറയാൻ പറ്റുക. അല്ല എന്ത് ചെയ്യാനാണ്? ഇപ്പൊ ഈ സമൂഹത്തിൽ എന്താ പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കല്ലേ ഇതില്ലേ? പെണ്ണുങ്ങൾ തന്നെ പേടിക്കേണ്ട ടൈം ആയാലും ഈശ്വര. ഇപ്പൊ ആരും സേഫ് അല്ല. ആണും സേഫ് അല്ല, പെണ്ണും സേഫ് അല്ല. എന്നിട്ട് ആക്രമിച്ചു കളയും. ഇതിനൊക്കെ നല്ല മുരിക്ക് മരത്തമ്മ കയറ്റിങ്ങനെ ഇങ്ങനെയുള്ള രണ്ടോ അരതണം. എന്നാലും ആ കിഴപ്പാട് മാറില്ല. ചില്ലറ കിഴപ്പൊന്നല്ല. അതൊരു 16 വയസ്സുകാരിനെ ഞാൻ അറിയാത്ത കൊണ്ട് വയ്ക്കണം. ഈ 25-കാരി മുതുക്കി വല്ല വല്ല വേറെ എന്തേലും പണിക്ക് പോയിക്കൂടി. ഇതിനൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി തൊള്ളി മറച്ചുകൂടി. ഇതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ പുഷ്പം പോലെ ജാമ്യത്തിൽ ഇറങ്ങും. പിന്നെയും ഇതേമാതിരി കുറ്റകൃത്യങ്ങൾ തുടങ്ങും. അപ്പൊ പിന്നെയും കേസ് വരും. അത് നമ്മളെ ഈ ഭരണകൂടത്തെ നിയമങ്ങൾ മാറണം. എന്നാൽ തന്നെ ഇവിടത്തെ ഇത്ര ക്രിമിനൽ കേസുകളൊന്നും ഉണ്ടാവത്തില്ല. എനിക്ക് അറപ്പ് വരുന്നു ഇതിനൊക്കെ. എവിടുന്ന് വരുന്നു ഇങ്ങനത്തെ ഓരോ മാണങ്ങളൊക്കെ? എന്തായാലും എനിക്ക് ഏഷ്യൻ ന്യൂസിനോടൊരു ഇതുണ്ട്. കാരണം വ്യക്തമായ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു ഓറഞ്ച് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ നിർത്തി നല്ല സെറ്റ് ഫോട്ടോ ആണ്. പക്ഷെ ഇപ്പൊ ഒരു അണ്ണാച്ചി കൊലായിട്ടുണ്ട്. അതായത് മുടിയൊക്കെ വെട്ടി വേറെ ഒരു ആൺകുട്ടികൾ മതിയായിട്ടുണ്ട്. ചില്ലറ കഴപ്പൊന്നല്ല പുള്ളിക്കാരിക്ക് അപ്പൊ ഇല്ലതെന്ന് മനസ്സിലായി. ഇനിയിപ്പൊ ആ ഫോട്ടോ കാണുന്ന വ്യക്തിനൊക്കെ കാണുകയാണെങ്കിൽ അടുത്തൊന്നും പോകരുത്. ചിലപ്പോ പെണ്ണാണ് ആണെന്നൊന്നും നോക്കില്ല. പുള്ളിക്കാരിക്ക് ആരെ കിട്ടിയാലും മതി, ഞങ്ങളുടെ ആക്രമിച്ച് മാന്തി ഇടും. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമല്ല. ഇതൊക്കെ സാമനൊക്കെ അടിച്ചണം, പൊട്ടിക്കണം. ആ കഴപ്പങ്ങടെ തീർന്നു കിട്ടണം. അല്ല, എന്റെ ഒരു വേറെ ഡൗട്ട്, ഈ പെണ്ണും സംഗമിച്ച് എന്തുണ്ടാവാനാ? ആണും പെണ്ണൊക്കെയാണ് ഇനി ഓക്കെ. ഇനി ഇങ്ങനത്തെ ന്യൂസ് ഒന്നും എന്റെ യൂട്യൂബിനകത്ത് വരരുത്. എനിക്കിതൊന്നും കാണാൻ വയ്യ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.